മോളെ, അമ്മാമ്മയുടെ വേഷം എങ്ങനെയുണ്ട്? വല്യമ്മ ചെത്തിയിട്ടുണ്ട്. വല്യമ്മ മാത്രല്ല എല്ലാരും. മോൾക്കും ചെത്തണ്ടേ? ഇതിട്ടിട്ടാ ചെത്തുക? ഈ സാരിക്ക് മാച്ച് ആവോ ഈ നെക്ലസ്? ഓ, അത് ശരിയാണല്ലോ. ആരാ ഇത് പോയി സെലക്ട് ചെയ്ത്? കുട്ടി തന്നെയല്ലേ കട മുഴുവൻ അരിച്ചു പറക്കി മേടിച്ചോണ്ട് വന്നത്. എന്നാലും കുട്ടിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി. താനതിനെ വിമർശിക്കുക. ആ കുട്ടിനെ എങ്ങനെ വിളിക്കുക? കുട്ടാ, ഞാനിവിടെ ഉണ്ട്. എടോ, സ്റ്റിയറിംഗ് കൈ കിട്ടിയാ പറപ്പിക്കുന്ന ആളല്ലേ. കോഴിക്കോട് വരെ പോയി. ഇതൊന്ന് മാറ്റി വന്നൂടെ? അയ്യോ, 100 കിലോമീറ്റർ ഓടണം, മുഹൂർത്തം തെറ്റും. പിന്നെന്താ ഒരു വഴി? കല്യാണം അങ്ങോട്ട് മാറ്റി വെക്കാം. കറക്റ്റ്. അതെ, കല്യാണം നാളെ ആയാലും നടത്താം. അതെ. ഇത് കിട്ടോണ്ട് വേണ്ട. വേണ്ട. കളിയാക്കണ്ട. എനിക്ക് വേണ്ടി കല്യാണം മാറ്റൊന്നും വേണ്ട. ഇത് മാച്ച് അല്ലാന്നുണ്ടോ ശങ്കുണ്ണിയെ? ഇത് മാച്ചല്ലെന്നുണ്ടോ? അല്ലെ, എനിക്കിപ്പോ അതാണ് ഒരു സംശയം. എന്ത് ചോദിച്ചാലും തനിക്കൊരു ശങ്കയാ. അതല്ലേ ശങ്കുണ്ണിന് തന്നെ പേരിട്ടത്. ശങ്കയുള്ള ഉണ്ണി ശങ്കുണ്ണി അല്ലേ? ഓ, ശരിയാ, മാച്ച് അല്ല. പക്ഷേ പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട്? നീ ഇത് കൊടുത്താ നാളെ ഇതൊരു ഫാഷനായി തീരും. വല്യമ്മാമയല്ലേ പറയണേ? വേഗം. വല്യമ്മ പറഞ്ഞതുകൊണ്ട് ഞാനിത് കൊടുക്കാം. പക്ഷെ എന്നെ പുകഴ്ത്തിയുണ്ടൊന്നല്ല കേട്ടോ. വലിയ ജസ്റ്റിസ് വന്നു. മോളെ വേഗം. കുഞ്ഞമ്മയെ കാണിക്കാൻ ഫോട്ടോ ഒന്നും കയ്യിലില്ല. ആ ഫോട്ടോ ദേ അവന്റെ മനസ്സിലുണ്ട്. ഇനി അവളെ നേരിട്ട് കണ്ട് കുഞ്ഞമ്മ തന്നെ തീരുമാനിക്കും. ഗ്രഹങ്ങളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എന്റെ കമ്പ്യൂട്ടർ കണിയാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഇവരുടെ ജാതകം നോക്കിച്ചോളൂ. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി. വേണ്ട, ആരെ കൊണ്ട് ഇനി നോക്കിക്കണ്ട. അവരിനി ജാതകം ചേരില്ലെന്നോ മറ്റോ പറഞ്ഞാലോ? ജാതകം ചേർന്നില്ലെങ്കിലും സാരമില്ല, അവരൊന്നിക്കട്ടെ. ഓ, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇത്ര വിവരം വെക്കാൻ നിനക്ക് ഇത്രയും വയസ്സാകണമായിരുന്നോ പ്രഭാവതി?